നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. വർഷങ്ങളായി കാടുമൂടി പായൽ പിടിച്ചു കിടക്കുന്ന ഒരു കുളമുണ്ട് പാഞ്ഞാളിൽ. 10-ാം വാർഡിൽ ചിറങ്കോണം പ്രദേശത്തെ ഓമച്ചിക്കുളമാണ് അധികൃതരാരും തിരിഞ്ഞു നോക്കാതെ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. റൈറ്റ് വിഷൻ ക്യാമ്പയിൻ തുടരുന്നു. കുളമാകുമോ ഈ കുളം? പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ചിറങ്കോണം പ്രദേശത്താണ് കാടുമൂടി പായൽ പിടിച്ച ഓമച്ചിക്കുളം നിൽക്കുന്നത്. ഉപയോഗശൂന്യവും ഒപ്പം അപകട ഭീതിയുമായി ഓമച്ചിക്കുളം നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. പലതവണ പ്രദേശവാസികൾ ഒന്നടക്കം ഗ്രാമപഞ്ചായത്തിന് മുന്നിലും ബ്ലോക്ക് പഞ്ചായത്തിലും പരാതി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കുളമായി കിടക്കുന്ന ഈ കുളം നവീകരിക്കാൻ ഒരു നടപടിയും ജനപ്രതിനിധികൾ ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് നേരക്കാരൊക്കെ പറഞ്ഞ ആള് ഇതുവരെ ചെയ്തില്ല. ഈ 4 വടി കാര്യം ആള് ദോഷം ചെയ്തില്ല. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ, ആ പാല പഞ്ചായത്ത് എന്നെ വിളിച്ച് ഒരുപാട് പഞ്ചായത്ത് കുറച്ച് പിന്നോട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ പേരൊന്നും ചെയ്തില്ല. നമ്മൾ ഈ കുളത്തിൽ ഒരുപാട് സ്വാമിമാരും 2 വാർഡിലെ 12 10 വാർഡിലെ ആൾക്കാർ കുടിക്കുന്ന സ്ഥലമാണിത്. ഈ കുളത്തിൽ ഒരു 10 ലക്ഷം ചെയ്യില്ല. എന്നാൽ ഇതേ സ്ഥാനത്താണ് പാലിക്കുളം എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. പഞ്ചായത്ത് സംഗമത്തേക്ക് അറിയിച്ചു. സംഗമത്തേക്ക് അറിയിച്ചു. ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ സുന്ദരി ഞാൻ ആളറിയിച്ചാണ്. പുല്ല് പിടിച്ചു ഒരു 10 കോള് വിളിച്ചാൽ പുല്ലെടുത്തെന്ന്. അത് ചെറുതിനെ കൊണ്ട് എന്താ ഈ കുളം നിരക്കാൻ ഉദ്ദേശം നിങ്ങൾക്ക്. അപ്പം എന്തെങ്കിലും വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഈ കുളം നിരക്കാൻ. മഴക്കാലത്തും വേനൽക്കാലത്തുമെല്ലാം പ്രദേശവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഈ കുളമാണ് ചുറ്റും കാടുമൂടി കുളത്തിൽ പായൽ കയറി വൃത്തിഹീനവും ഒപ്പം അപകട ഭീതിയും സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്നത്. മണ്ഡലകാലത്ത് പോലും സ്വാമിമാർക്കും മറ്റും കുളിക്കാൻ പോലും കഴിയാതെ കടവുകളെല്ലാം തകർന്നുപോയി ഒരു 2 കല്ലിൽ മാത്രം നിൽക്കുകയാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും പല വാഗ്ദാനങ്ങളും നൽകിയിട്ടും ഇതുവരെ പാലിച്ചില്ല എന്നും പ്രദേശവാസികളും നാട്ടുകാരും പരാതിപ്പെടുന്നുണ്ട്. ഈ കുളത്തിൽ സ്വാമിമാരൊക്കെ വന്ന് കുളിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇത് നേരാക്കി കിട്ടണമെന്നുണ്ട്. നേരാക്കി കിട്ടണമെന്നുണ്ട്. ആകെ വൃത്തിഹീനമായി കാടുമൂടി കുളമായി കിടക്കുന്ന ഈ കുളം ഉടൻ തന്നെ നവീകരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടക്കം ആവശ്യപ്പെടുന്നത്. അവസ്ഥ ഈ കാണാണ്. ഇറങ്ങി കുളിക്കാൻ യാതൊരു രക്ഷയില്ല. ആൾക്കാർ അലക്കും കുളിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കാനും അലക്കാനും ഉപയോഗിക്കുന്ന ഒരു വലിയ കുളമാണ്. ഒരു രക്ഷയില്ല. കാടും വെള്ളം ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. ഒരു 8-10 വർഷമായി കിടക്കും. 10 പോരാ. ആർക്കും പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പഞ്ചായത്തിനും ബ്ലോക്കിനും ഒക്കെ കൊടുക്കും. ആരും ഒന്നും ചെയ്യാറില്ല. ആരും തിരിഞ്ഞു നോക്കണം കൂടി. എത്രയും പെട്ടെന്ന് 2 കടവുണ്ടാക്കി ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് കുളിക്കാനും അലക്കാനും സൗകര്യപ്രദമായിട്ട് കിട്ടും. അതെങ്കിലും ചെയ്താൽ വളരെ ഉപകാരം. ഒരുപാട് സീസണും കൂടിയാണ്. ആൾക്കാർക്ക് സ്വാമിമാർക്ക് കുളിക്കാനോ അലക്കാനോ ഒന്നിനും ഒരു സൗകര്യമില്ല. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വർഷങ്ങളായിട്ട് പരാതി കൊടുക്കും. PV സമീർ, റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.